എൻ്റെ പേര് അനൂപ്. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് 28 വയസ്സായിരുന്നു. ഇന്നിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു വിറയലാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു റാഷിദ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരേ നാട്ടുകാർ, ഒരേ പ്രായം. പക്ഷേ സ്വഭാവത്തിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ വ്യത്യസ്തരായിരുന്നു. ഞാൻ കുറച്ച് ശാന്തനാണ്. റാഷിദ് നേരെ വിപരീതം. എവിടെയുണ്ടായാലും ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. സ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ നിന്നു. ചെറിയൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ കട നടത്തി. റാഷിദാകട്ടെ ഗൾഫിലേക്കും പോയി. ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി ജോലി കിട്ടി. ആദ്യകാലത്ത് അവൻ്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. ഒരേ മുറിയിൽ 6 പേരോടൊപ്പം താമസം. രാവിലെ നേരത്തെ ജോലിക്ക് പോകണം, രാത്രി വൈകിയാണ് തിരിച്ചെത്തുക. എന്നിട്ടും അവൻ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഡാ അനൂപേ, കുറച്ചു കാലം കഷ്ടപ്പെട്ടാൽ മതി, പിന്നെ എല്ലാം ശരിയാകും, അവൻ എപ്പോഴും പറയുമായിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം ശരിയായി. ശമ്പളവും കൂടി. നാട്ടിൽ ചെറിയൊരു വീട് പണിതു. അമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു. അനിയത്തിയുടെ വിവാഹവും നടത്തി. വർഷത്തിലൊരിക്കലോ 2 തവണയോ അവൻ നാട്ടിൽ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ പഴയ കൂട്ടുകാരെല്ലാം കൂടും. രാത്രിയിൽ ചായക്കടയിലിരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കും. ചിലപ്പോൾ വെറുതെ കാറെടുത്ത് ദൂരെയൊക്കെ പോകും. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറിയില്ല. സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു രാത്രി റാഷിദ് എന്നെ വിളിച്ചു. ഡാ, ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാണ്? അടുത്ത വ്യാഴാഴ്ച. എത്ര ദിവസം ഉണ്ടാകും? 1 മാസം. അടിപൊളി. നീ വന്നാൽ നമുക്ക് പഴയ ടീമിനൊന്ന് കൂടണം. നിനക്കതല്ലേ വേണ്ടത്? പിന്നെ അവൻ ചിരിച്ചു. കുറച്ചു നേരം ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു. ജോലിയെക്കുറിച്ചും വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും നാട്ടിലെ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം. സംസാരത്തിനിടയിൽ അവൻ പെട്ടെന്ന് പറഞ്ഞു, ഡാ, നീ എയർപോർട്ടിൽ വരുമോ? നീ എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ വരാം. ഞാൻ രാത്രിയായിരിക്കും എത്തുക. അതിനെന്താ, ഞാൻ വരാലോ. നീ തന്നെ വരണം. ശരി. അവൻ വീണ്ടും കുറച്ച് നേരം മിണ്ടാതിരുന്നു. എന്താടാ? ഒന്നുമില്ല. നിനക്കെന്തോ പറയാനുണ്ടല്ലോ. ഒന്നുമില്ലടാ, നാട്ടിൽ വന്നിട്ട് പറയാം. ശരി. അന്ന് ആ വാക്കുകൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ പിന്നീട് ആ സംഭാഷണം ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി ഏകദേശം 12:30 കഴിഞ്ഞിരുന്നു. ഞാൻ വീട്ടിൽ കിടക്കുകയായിരുന്നു. പുറത്ത് നല്ല മഴയും. അപ്പോഴാണ് ഫോണൊന്ന് വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ റാഷിദിൻ്റെ പേര്. ഞാൻ ഉടനെ ഫോൺ എടുത്തു. ഹലോ. ഡാ, അത് അവൻ്റെ ശബ്ദം തന്നെയായിരുന്നു. ഞാൻ എത്തി. എയർപോർട്ടിലോ? അതെ. ഫ്ലൈറ്റ് ലേറ്റായോ? അതേടാ, ഫ്ലൈറ്റ് നല്ല ലേറ്റായി. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? ഇല്ല. അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഡാ, നീ ഒന്ന് വന്ന് എന്നെ പിക്ക് ചെയ്യ്. ഇത്ര രാത്രിയിലോ? അതെ. ടാക്സി എടുത്താൽ പോരെ? വേണ്ടടാ, നീ വന്നാൽ മതി. ശരി, ഞാൻ വരാം. വേഗം വരണം. അവൻ്റെ ആ വാക്കിൽ എന്തോ ഒരു വ്യത്യാസം തോന്നി. എന്താടാ ഇത്ര തിരക്ക്? ഒന്നുമില്ല, നീ വന്നാൽ മതി. അത് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തു. ഞാൻ ഭാര്യയെ വിളിച്ചു. ഞാൻ എയർപോർട്ടിൽ പോവുകയാണ്. റാഷിദിനെ കൊണ്ടുവരണം. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഇപ്പോഴോ? അതെ, ഫ്ലൈറ്റ് വൈകി. ശരി, ശ്രദ്ധിച്ചു പോ. അത് പറഞ്ഞ് ഞാൻ കാറെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ആ സമയത്ത് റോഡിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. മഴ കാരണം റോഡെല്ലാം നനഞ്ഞു കിടക്കുന്നു. കാറിൻ്റെ വൈപ്പർ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എനിക്ക് റാഷിദിനെ കാണാനുള്ള ഒരു സന്തോഷമുണ്ട്. 1.5 വർഷത്തിന് ശേഷം ആദ്യമായി കാണുകയാണ്. അവൻ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. എയർപോർട്ടിനടുത്തെത്തിയപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. വീണ്ടും വിളിച്ചു. ഇത്തവണ കോൾ എടുത്തു. എവിടെയാടാ? പാർക്കിംഗ് ഏരിയയിലുണ്ട്. ഞാൻ എത്തി. ആ, ഞാൻ കണ്ടല്ലോ. എവിടെ? നിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. മഴയുടെ ചെറിയ തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോഴാണ് ദൂരെ നിന്നൊരാൾ എൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ടത്. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും, ഒരു ചെറിയ ബാഗ്. നടക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് റാഷിദായിരുന്നു. അവൻ തല ഉയർത്തി നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. എന്താടാ? ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചു. എടാ, നീ ആകെ മാറിപ്പോയല്ലോ. അവനൊന്നും പറഞ്ഞില്ല. അവൻ്റെ ശരീരം എനിക്ക് അസാധാരണമായി തണുത്തതായി തോന്നി. എന്താടാ, നല്ല തണുപ്പാണല്ലോ. യാത്ര കഴിഞ്ഞതല്ലേ? അവൻ അത്രമാത്രം പറഞ്ഞു. ഞാൻ അവൻ്റെ ബാഗ് എടുത്തു. വാ, കാറിൽ കയറാം. അവൻ കാറിൻ്റെ പിൻസീറ്റിൽ കയറി. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം പോയിട്ടും അവനൊന്നും സംസാരിച്ചില്ല. ഞാൻ റിയർവ്യൂ മിററിൽ നോക്കി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. യാത്രയുടെ ക്ഷീണമാണോ? അതായിരിക്കും. ഭക്ഷണം കഴിച്ചോ? ഇല്ലടാ. എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമായിരുന്നു. വേണ്ട, ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. അവനൊന്നും പറഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഒന്ന് പറയാനുണ്ടായിരുന്നല്ലോ. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡാ, എല്ലാവരും ഒരിക്കൽ നാട്ടിലേക്ക് വരുമല്ലേ? അതെ, ചിലർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അവനത് വളരെ സ്വാഭാവികമായാണ് പറഞ്ഞത്. ഞാൻ ചിരിച്ചു. എന്താടാ, ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു തത്വചിന്ത? അവൻ ചിരിച്ചില്ല. അവൻ്റെ മുഖത്ത് എന്തോ ഒരു ഗൗരവം. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഇനി വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. ശരി. പിന്നെ ഞങ്ങളൊന്നും സംസാരിച്ചില്ല. രാത്രി 2:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത്. കാറ് മുറ്റത്ത് നിർത്തി. റാഷിദ് കാറിൽ നിന്നിറങ്ങി. വീടിൻ്റെ മുന്നിൽ കുറച്ച് നേരം അവൻ അങ്ങനെ നിന്നു. എന്താടാ? അവൻ എൻ്റെ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ല. വാ, അകത്ത് വാ. ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഞാൻ ഹാളിലെ ലൈറ്റ് ഓണാക്കി. റാഷിദ് സോഫയിൽ വന്നിരുന്നു. ഞാൻ അടുക്കളയിൽ നിന്ന് വെള്ളമെടുത്ത് അവന് കൊടുത്തു. ഇത് കുടിക്ക്. അവൻ ഗ്ലാസ് വാങ്ങി, പക്ഷെ കുടിച്ചില്ല. എന്താടാ? ഒന്നുമില്ല. നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. അവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്കെന്തോ ഒന്ന് ശരിയല്ലെന്ന് തോന്നി. നീ ഇവിടെ കിടന്നോളൂ. രാവിലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാം. അവൻ തലയാട്ടി. ഞാൻ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു. അനൂപേ. എന്താടാ? നീ എന്നെ വീട്ടിലെത്തിക്കണം. രാവിലെ കൊണ്ടുപോകാം. അല്ല. അവൻ കുറച്ചു നേരം എന്നെ നോക്കി. എന്തായാലും എന്നെ വീട്ടിലെത്തിക്കണം. ശരിടാ. ഞാൻ മുറിയിലേക്ക് പോയി. ആ രാത്രി എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 3:30 മണിയോടെ ഹാളിൽ നിന്നെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കി. റാഷിദ് സോഫയിലിരിക്കുകയായിരുന്നു. എന്താടാ ഒരു ശബ്ദം? ഒന്നുമില്ല. നീ ഉറങ്ങിയില്ലേ? ഇല്ല. എന്തു പറ്റി? അവൻ കുറച്ചു നേരം എന്നെ നോക്കി. പിന്നെ ചോദിച്ചു, അനൂപേ, നിനക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ പേടിയുണ്ടോ? ആ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി. എന്താടാ ഈ രാത്രിയിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അവൻ ചെറിയൊരു ചിരി ചിരിച്ചു. വെറുതെ ചോദിച്ചതാ. നീ കിടന്നുറങ്ങ്. അവൻ തല കുനിച്ചു. ഞാൻ മുറിയിലേക്ക് തിരിച്ചുപോയി. പിന്നെ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. രാവിലെ 6:30 ഞാൻ എഴുന്നേറ്റു. ഹാളിലേക്ക് വന്നപ്പോൾ റാഷിദ് അവിടെ ഉണ്ടായിരുന്നില്ല. റാഷിദെ, ഞാൻ വിളിച്ചു. മറുപടി ഒന്നുമില്ല. ഞാൻ സോഫയിലേക്ക് നോക്കി. അവൻ കൊണ്ടുവന്ന ബാഗ് അവിടെ തന്നെ. അമ്മേ. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താടാ? റാഷിദ് എവിടെ പോയി? അമ്മ എന്നെ നോക്കി. ആരാ റാഷിദ്? എൻ്റെ ഫ്രണ്ടില്ലേ? ഏത് ഫ്രണ്ട്? ഇന്നലെ രാത്രി എയർപോർട്ടിൽ നിന്ന് വന്നത്. അമ്മ കുറച്ചു നേരം എന്നെ നോക്കി. അനൂപേ, ഇന്നലെ രാത്രി ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ ചിരിച്ചു. അമ്മ എന്താണ് ഈ പറയുന്നത്? അവൻ ഇവിടെ തന്നെയായിരുന്നു. ഞാൻ രാത്രി മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു. ആരും വന്നിട്ടില്ല. എനിക്കെന്തോ ഒരസ്വസ്ഥത തോന്നി.
ഞാൻ സോഫയുടെ അടുത്തേക്ക് ചെന്ന് ആ ബാഗ് എടുത്തു. അത് റാഷിദിൻ്റേതായിരുന്നു. അകത്ത് വസ്ത്രങ്ങളും ഒരു പെർഫ്യൂമും, പിന്നെ കുറച്ച് ചോക്ലേറ്റുകൾ, ഒരു പേഴ്സ്, അതിൽ പാസ്പോർട്ട്. ഞാൻ പാസ്പോർട്ട് എടുത്തു. റാഷിദിൻ്റെ ഫോട്ടോ, അവൻ്റെ പേര്, എല്ലാം. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. റാഷിദിൻ്റെ അനിയൻ ഫൈസൽ. ഞാൻ ഫോൺ എടുത്തു. ഹലോ അനൂപേട്ടാ. അവൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയടാ? റാഷിദിൻ്റെ ഫ്ലൈറ്റ് ഇന്നലെ ആയിരുന്നില്ലേ? അതെ. അവൻ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അവൻ എന്തു പറ്റി? റാഷിദ് ഇന്നലെ രാത്രി മരിച്ചു. ആ വാക്ക് കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത്? അവന് രാത്രി റൂമിൽ വെച്ച് ബോധം പോയി. ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഞാൻ സോഫയിലിരുന്നു. ഫൈസലെ, നീ എന്താണ് പറയുന്നത്? സത്യം. അവൻ എയർപോർട്ടിൽ വരേണ്ടതല്ലേ? ഇല്ല. അപ്പോൾ അവൻ്റെ ബോഡി ദുബായിലെ ഒരു ആശുപത്രിയിലാണ്. നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ നടക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വൈദ്യുതി വീയാൻ തുടങ്ങി. ഞാൻ പതുക്കെ സോഫയിലേക്കൊന്ന് നോക്കി. അവൻ്റെ ബാഗ് അവിടെ തന്നെയുണ്ട്. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഫൈസൽ, എന്താ? റാഷിദ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചു. മറുവശത്ത് നിശബ്ദത. പിന്നെ ചോദിച്ചു, എപ്പോഴാണ് വിളിച്ചത്? ഒരു 12:30. അതെങ്ങനെ സാധിക്കും? എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഫോൺ താഴെ വെച്ചു. അന്ന് രാവിലെ മുതൽ എൻ്റെ മനസ്സിലൊരു ചോദ്യം മാത്രം. ഞാൻ ഇന്നലെ രാത്രി ആരെയാണ് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നത്? ഞാനും ഫൈസലും ചേർന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. റാഷിദിൻ്റെ മരണസമയം ആശുപത്രിയിൽ നിന്ന് ഉറപ്പാക്കി. രാത്രി 11:50. അവൻ മരിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് എന്നെ വിളിച്ചത്. അതുമാത്രമല്ല, ഞാൻ അവനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ ഫൈസലിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചോദിച്ചു, അവൻ എന്താണ് ധരിച്ചിരുന്നത്? ഒരു കറുത്ത ഷർട്ട്. പിന്നെ ഫൈസൽ ഒന്നും പറയാതെ എന്നെ നോക്കി. എന്താ? ചേട്ടൻ മരിക്കുമ്പോൾ ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടായിരുന്നു. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പടർന്നു. ഞങ്ങൾ പോലീസിനെ സമീപിച്ചു. അവർ ആദ്യം എന്നെ പലതവണ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. അവനോട് നിങ്ങൾ സംസാരിച്ചോ? അതെ, സംസാരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്നോ? അതെ. അവസാനം വീട്ടിലെത്തി? അതെ. അവർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ അതെ എന്ന് പറഞ്ഞു. അവൻ എവിടെ പോയി? അതുമാത്രം എനിക്കറിയില്ല. അവസാനം എയർപോർട്ടിലെ CCTV പരിശോധിക്കാൻ തീരുമാനിച്ചു. വീഡിയോ തുറന്നു. ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കാറിനരികിൽ നിൽക്കുന്നു. ഞാൻ ആരെയോ നോക്കി സംസാരിക്കുന്നത് പോലെ കാണാം. പിന്നെ ഞാൻ കാറിൻ്റെ പിൻവാതിൽ തുറക്കുന്നു. കുറച്ച് സമയം കാത്തു നിൽക്കുന്നു. അതിനുശേഷം വാതിലടക്കുന്നു. കാറിൽ കയറി കാർ പുറപ്പെടുന്നു. പക്ഷേ വീഡിയോയിൽ റാഷിദില്ല. എൻ്റെ മുഖം നോക്കുമ്പോൾ പോലും ഞാൻ ആരോട് സംസാരിക്കുന്നത് പോലെയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ നോക്കി. ഇവിടെ നിങ്ങളോടൊപ്പം ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഭ്രമമായിരുന്നു എന്ന് ഞാൻ പോലും ചിന്തിച്ചു. പക്ഷേ വീട്ടിലെ സോഫയിലുണ്ടായിരുന്ന റാഷിദിൻ്റെ ബാഗ്, അതെങ്ങനെ അവിടെ എത്തി? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാഷിദിൻ്റെ ബോഡി നാട്ടിലെത്തി. അവൻ്റെ വീട്ടിൽ വലിയ ജനക്കൂട്ടം. ഞാനും അവിടെ പോയി. അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അവളെൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു, അനൂപേ, അവൻ നിന്നെ കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ വീണ്ടും പറഞ്ഞു, മരിക്കുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് അവൻ നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? അനൂപ് വന്നാൽ എന്നെ വീട്ടിലെത്തിക്കുമെന്ന്. എൻ്റെ നെഞ്ചിലൂടെ ഒരു വിറയൽ കടന്നുപോയി. കാരണം അവൻ എൻ്റെ വീട്ടിൽ വെച്ചും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്നെ വീട്ടിലെത്തിക്കണം. റാഷിദിൻ്റെ സംസ്കാരം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചു. പക്ഷേ രാത്രി ഒറ്റയ്ക്ക് കാർ ഓടിക്കുമ്പോൾ എപ്പോഴും റിയർവ്യൂ മിറർ നോക്കും. പിന്നിലെ സീറ്റ് ശൂന്യമാണെന്ന് ഉറപ്പാക്കും. ഒരു ദിവസം രാത്രി ഏകദേശം 12:30 ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. അന്ന് നല്ല മഴയുണ്ട്. എയർപോർട്ട് റോഡിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ കണ്ട പേര് റാഷിദ്. എൻ്റെ കൈകൾ തണുത്തുപോയി.
കാറ് സൈഡിൽ നിർത്തി കുറച്ച് നിമിഷം ഫോൺ നോക്കി നിന്നു. അവസാനം ഞാൻ കോൾ എടുത്തു. ഹലോ. മറുവശത്ത് നിശബ്ദത. പിന്നെ വളരെ പതുക്കിയൊരു ശബ്ദം. ഡാ. എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. റാഷിദ്. മറുപടിയില്ല. നീ അല്ലേ അത്? കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് അവൻ പറഞ്ഞു. എന്നെ വീട്ടിലെത്തിച്ചതിന് നന്ദി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എവിടെയാണ്? മറുപടിയില്ല. റാഷിദേ, അവൻ വീണ്ടും പറഞ്ഞു. ഇനി എന്നെ പിക്ക് ചെയ്യാൻ നീ വരണ്ട. കോള് കട്ടായി. ഞാൻ കുറച്ച് സമയം അനങ്ങാതെ ഇരുന്നു. പിന്നെ കാറ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും റിയർ വ്യൂ മിറർ നോക്കിയില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ എയർപോർട്ട് റോഡിലൂടെ രാത്രി ഒറ്റയ്ക്ക് പോകുന്നത് നിർത്തി. റാഷിദ് മരിച്ചത് ദുബായിലായിരുന്നു. അവൻ്റെ ശരീരം പോലും നാട്ടിലെത്തിയിരുന്നില്ല. എങ്കിലും അവൻ മരിച്ച രാത്രിയിൽ തന്നെ എന്നെ വിളിച്ചു. എന്നെക്കൊണ്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലിരുന്നു എന്നോട് സംസാരിച്ചു. പുലർച്ചെ അവൻ അപ്രതീക്ഷനായി. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പാണ്. ആ രാത്രി എൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ ആരോ ഇരുന്നിരുന്നു. അതെൻ്റെ ബ്രഹ്മമായിരുന്നെങ്കിൽ റാഷിദിൻ്റെ ബാഗ് എൻ്റെ വീട്ടിലെ സോഫയിൽ എങ്ങനെ എത്തി? ഇന്നും മഴയുള്ള രാത്രിയിൽ കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നിലെ സീറ്റ് നോക്കാറില്ല. കാരണം ചിലപ്പോൾ ശൂന്യമായ സീറ്റിൽ നിന്നും ഒരു പരിചിതമായ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നും. വളരെ പതുക്കെ. ഡാ, എന്നെ വീട്ടിലെത്തിക്കണം. അവസാനിച്ചു. ഇതുപോലുള്ള സ്റ്റോറീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.